മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴാണ് ശരിക്കും ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ എത്തിയതിന് പിന്നാലെ എല്ലൻ കഷ്ണം കണ്ടാൽ അതിന് പുറകെ പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്നും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അതായത് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ഒക്കെ ബി.ജെ.പിയിൽ ചേരുന്നതിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും രംഗത്തിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇപ്പോൾ ചോദ്യം. പത്മജ വേണുഗോപാലിന്റെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസും CPM ഒക്കെ വിമർശിച്ചും പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കെ.ബി. ഗണേഷ് കുമാർ MLA, കേരള കോൺഗ്രസ് ബിയുടെ നേതാവ്, ഇടതുമുന്നണി മന്ത്രിസഭയിലെ പ്രധാന ഘടകകക്ഷികളിൽ ഒരാളായ കേരള കോൺഗ്രസ് ബിയുടെ നേതാവും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയുമായ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. പത്മജ പോയി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പരിഭാഷകന്റെ രസികൻ മൊഴിമാറ്റവും കമന്റും ഒക്കെ കേട്ട് CPM PB അംഗം വൃന്ദ കാരാട്ട് പ്രസംഗത്തിനിടെ പൊട്ടിച്ചിരിച്ചത് ഏറ്റെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ, സഖാക്കന്മാർ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആ പൊട്ടിച്ചിരി ഇവിടെ ഇപ്പോൾ കൂട്ടക്കരച്ചിലായി മാറുമോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത്. ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പറയുന്ന പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ? ഒരാളില്ലല്ലോ, ഒരൊറ്റനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിയാൻ ചോദിക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത്. ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം. അവിടെ സീന തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പത്മ ചേച്ചിയുടെ കാര്യം തൊട്ടു. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോലിച്ചൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കയറ്റി വിടാം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ അതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാര്യം തൊട്ടുള്ളൂ. ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോ അവർ BJPയിലല്ല ഉറപ്പ് വെച്ചാൽ ഞാൻ ചേച്ചിന്ന് വിളിച്ച് ഇനിയും ചേച്ചിന്ന് വിളിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ പൂർണിമാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലോ. പോയി പറഞ്ഞവരും കേട്ടവരാണ്, സംസ്കാരശൂന്യനാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും CPM-നോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ സമ്മാനത്തിനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായി? പണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളത്തേക്ക് പോയിരുന്നു. ഇതൊക്കെ അറിയണം. കോൺഗ്രസ്സുകാരെ തന്നെയാണ് അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാരെ കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിട്ട് മാധ്യമങ്ങൾ മനസ്സിലാവും, അകത്തേക്ക് കയറി പോകും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും എല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ, ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി വിളിക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറി DGPയും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ BJPയിൽ അംഗത്വമെടുത്ത പത്മജ വേണുഗോപാലിനെതിരെ വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ ഒരു വശത്ത് രംഗത്ത് വരികയാണ്. മറുവശത്ത് എല്ലിൻ കഷ്ണം കണ്ടാൽ അതിന് പുറകെ പോകുന്നവരാണ് കോൺഗ്രസുകാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ. ഇതിനിടയിൽ അതിശക്തമായി തന്നെ പിണറായി മന്ത്രിസഭയിലുള്ള കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഒരു വശത്ത് ചർച്ചയാകുന്നത്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. കരുണാകരന്റെ മകളെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് മ്ലേച്ഛമെന്നാണ് പത്മനാഭൻ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതെന്നും രാഹുലിന്റെ ബയോളജിക്കലും പൊളിറ്റിക്കലുമായ വ്യാഖ്യാനം അത്ഭുതപ്പെടുത്തിയെന്നും പത്മനാഭൻ പറഞ്ഞു.